കോഴിക്കോട് ഈ താമരശ്ശേരിക്കടുത്തൊരു പാത്തുമാത്ത, ഞാനവിടെ പരിപാടിക്കായപ്പോൾ പാത്തുമാത്താൻ്റെ കഥ അടുത്ത നാട്ടുകാർ എനിക്ക് പറഞ്ഞു തന്നു. പാത്തുമാത്താക്ക് പെൻഷൻ കിട്ടാതായപ്പോൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെന്നിട്ട് അവരോട് ചോദിച്ചു, പെൻഷൻ കിട്ടണില്ല. പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾ മരിച്ചു. ഇവിടെ അങ്ങനെ ആരെങ്കിലും മരിപ്പിച്ചോ എനിക്കറിയില്ല. അതിൽ CPM കുറേ ആളെ മരിപ്പിച്ചിട്ടുണ്ട് നിലവിൽ സംസ്ഥാനത്ത്. മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ഫോം കൊടുത്തത്രേ, മരിച്ചു എന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ. ഈ വല്യമാക്കാണ്ട് സങ്കടമായി. പെൻഷൻ കിട്ടാത്തതല്ല, മരിച്ചു എന്ന് പറഞ്ഞതാണ് സഹിക്കാൻ പറ്റില്ല. ആ വല്യമ്മ പഴയ കാലത്തെ കാച്ചുതുണിയൊക്കെ ധരിച്ചെടുക്കേണ്ട ഒരു സാധു താത്തയാണ്, ഒരു പാത്തുമാത്ത. ലീഗിനെ അത്ര സ്നേഹിക്കണ ഈ താത്ത ലീഗാരോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചു എന്നാ ഓൻ പറയണത്, എന്താ കാട്ടുക? ലീഗാര് പറഞ്ഞു, നമുക്കൊരാഴ്ച കഴിഞ്ഞിട്ട് പോയേക്കാം. നിശ്ചയിച്ച ദിവസം ലീഗാര് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പ് താത്ത അവിടെ എത്തി. പഞ്ചായത്ത് സെക്രട്ടറിന്റെ മുഖത്തൊക്കെ അടിച്ച് സംഭവം തീർപ്പാക്കി വീട്ടിൽ എത്തിയാണ്. കേസായി, പോലീസ് സ്റ്റേഷനിലെത്തി കേസ്. പാത്തുമാത്ത സെക്രട്ടറിനെ തല്ലി, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. ലീഗാർക്കറിയാം താത്ത തല്ലി എന്ന് കൺഫേംഡാ. താത്താനി പ്രൊട്ടക്ട് ചെയ്യണം എന്നാ തല്ലിയിട്ടുണ്ട്, എന്താ ചെയ്യാ? പക്ഷെ താത്ത പറഞ്ഞു പോലീസുകാരോട് ഞാൻ തല്ലിയിട്ടില്ല. പോലീസുകാരെ പറഞ്ഞു തല്ലിയാണ്, CCTV ഒക്കെ ഉണ്ട്, നിങ്ങൾ തല്ലിയാണ്. അത് ഞാനല്ല, ഞാൻ തല്ലിയിട്ടില്ല. പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു, ഈ താത്തനെ തല്ലിയത്. കുറെ നേരം ഉണ്ടെന്നപ്പോ ഈ താത്ത ഭയങ്കര അന്തസ്സിൽ പറയണ, ഞാൻ തല്ലിയിട്ടില്ല, ലീഗാർക്ക് അത്ഭുതം, താത്ത തല്ലി നാട്ടിൽ കൺഫേംഡാ. കുറെ നേരം ഈ വാകാതെ നിന്നപ്പോ തുണിന്റെ കോന്തലേന്നൊരു ഫോം എടുത്തത്ര താത്ത. എന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞാൻ മരിച്ചാണ്, ഇയാൾ ഇന്നലെ പോയിട്ട് ഞാനിങ്ങനെ തല്ലുകയെന്നാണ്. ഇയാളല്ലേ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞാൻ മരിച്ചു, അയാളെ പോയിട്ട് ഇന്നലെ ഞാൻ തല്ലുമെന്നാണ് താത്താന്റെ ചോദ്യം. ഞാൻ നാട്ടുകാരോട് പറയണത്, മിനിമം പാത്തുമാത്താന്റെ ബുദ്ധിയെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഇതിന്റെ അകത്തുണ്ടാവണം. അത് സൂചിപ്പിക്കാനാണ്. ചിലപ്പോൾ വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും, ഈ പെണ്ണുങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഈഗോ ഉണ്ടാവും. ഇലക്ഷന്റെ മുമ്പ് ബിരിയാണി ഉണ്ടാക്കാൻ ഈ താത്ത ശ്രമിച്ചപ്പോൾ ആ താത്തന്റെ ഉപ്പ് വെച്ചിട്ടുണ്ട്, ആ താത്ത കൊടുത്തിട്ടുണ്ടാവില്ല. അവസാനം നിർഭാഗ്യവശാൽ ഉപ്പ് കൊടുക്കാത്ത താത്ത സ്ഥാനാർത്ഥി ഉണ്ടാവും, അതോടെ കഴിഞ്ഞു. പിന്നെ വോട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പാണക്കാട്ടെ സാദാത്യങ്ങളുടെ പ്രതിനിധിയാണെന്ന മനക്കരുത്തിൽ ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക. ആരെ അളക്കാൻ പോണ്ട. NV അബ്ദുസലാം മൗലവി അരീക്കോട് ഒരു യോഗം നടക്കുമ്പോൾ ബാപ്പയ്ക്ക് തങ്ങളുടെ മരണശേഷം പൂക്കോയ തങ്ങൾ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വന്നപ്പോൾ ചിലര് പറഞ്ഞു, പൂക്കോയ കുട്ടിക്ക് പക്വത ഉണ്ടോന്ന്. ഇന്ന് സ്വാദിക്കലി തങ്ങൾക്ക് കുറിച്ചൊക്കെ ആരൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സ്വാദിക്കലി തങ്ങൾക്ക് അത്ര ഒരു ഉഷാറില്ല, ഹൈദർ തങ്ങൾ അത്ര പോരെന്നാണ്. ഹൈദർ തങ്ങൾ ജീവിച്ചിരിക്കണ കാലത്ത് പറഞ്ഞു ഷിയാബ് തങ്ങൾ അത്ര പോരെന്ന്. അപ്പൊ അത് വേറെ അസുഖമാണ്, അതിന് ഗുളികല്ല. പൂക്കോയ തങ്ങളുടെ കാലത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ NV ഒരു മീറ്റിംഗ് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ആർക്കാടാ സംശയം എന്നാണ്. ഓര് പറഞ്ഞു, മൗലവി സംശയമില്ല, ചെറിയ ആശങ്ക. ബാപ്പയ്ക്ക് തങ്ങളുടെ അത്ര പറ്റുമോ? NV പറമ്പൊക്കെ ഇറങ്ങിയിട്ട് ഒരു പൂളക്കമ്പ് വെട്ടി കൊണ്ടുവന്നത്രേ. ആ പൂളക്കമ്പ് നട്ടി മീറ്റിങ്ങിന്റെ നടുവിൽ. എന്നിട്ട് പറഞ്ഞത്, ഈ പൂളക്കമ്പാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് തീരുമാനിച്ചാൽ